ഭൂനിയമ ചട്ട ഭേദഗതിയിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിൽ പ്രതിരോധം തീർത്ത് CPM. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊള്ളാണെന്നും ജനങ്ങൾക്ക് ദ്രോഹകരമായി യാതൊന്നും ചട്ടത്തിൽ ഇല്ലെന്നുമാണ് CPM നേതാക്കൾ വിശദീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ താഴെത്തട്ട് മുതൽ വിശദീകരണം നടത്തുവാനാണ് CPMന്റെ തീരുമാനം. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കർഷക സംഘടനകളും ഉയർത്തുന്ന വാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. കോൺഗ്രസ് ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രചരണങ്ങളാണെന്നാണ് ഇവർ തിരിച്ചടിക്കുന്നത്. ഒരുമിച്ചിരുന്ന് ബില്ല് പാസാക്കിയ ശേഷം പുറത്തിറങ്ങി രാഷ്ട്രീയം കളിക്കുകയാണ് കോൺഗ്രസ് എന്നും നേതാക്കൾ പറയുന്നു. അതായത് നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, വിശിഷ്യ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, അതിന്റെ ഭാഗമായി ജില്ലയിലെ കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വം നല്ല കാര്യങ്ങൾക്കൊന്നും യാതൊരു പിന്തുണയും ഇതുവരെ കൊടുത്തതായിട്ട് നമുക്കറിയില്ല. ഒരു കാര്യത്തിനും കൊടുത്തിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താ? ശരിക്കും പറഞ്ഞാൽ ജില്ലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇത്രയേറെ വഷളാക്കിയതാരാ? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റുകളാണ്. ഒന്ന്. രണ്ടാമത്, ജില്ലയിൽ കുടിയേറിപ്പാർത്ത ജനങ്ങളെ പല പേരിൽ കുടി ഒഴിപ്പിച്ചതാരാ? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളാണ്. കുടിയൊഴിപ്പിക്കലിന് വിധേയരായ കർഷകരെ അവരുടെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുകയും അനിവാര്യമായ കുടിയിറക്കിയവരെ പകരം ഭൂമി നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാൻ പോരാടിയത് കമ്മ്യൂണിസ്റ്റുകാരനായ AKജിയും TK രാമകൃഷ്ണനും VS അച്യുതാനന്ദനെയും പോലുള്ള ആളുകളാണ്. ഇത് കേരളത്തിന്റെ ചരിത്രമാണ്. ഇതാർക്കും തിരുത്താനൊന്നും പറ്റത്തില്ല. വരും ദിവസങ്ങളിൽ വിശദീകരണ യോഗങ്ങൾ അടക്കം സംഘടിപ്പിക്കുവാനാണ് CPM നീക്കം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.